ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുതിയതായിട്ട് പെർസെൻറ്റേജിലെ അടുത്ത സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള സെക്ഷൻസ് ഫുൾ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? കമൻറ്റ് സെക്ഷനിലൊന്നും നിങ്ങൾ ഒരുപാട് കമൻസ് ഒന്നും ഡൗട്ട് ഞാൻ കണ്ടിട്ടില്ല. കാണുന്ന ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. പിന്നെ NOC ഇപ്പോൾ 15-ാം തീയതി വരെ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സൈറ്റ് നന്നായിട്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളവർ നേരത്തെ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചു വയ്ക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് NOC അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ ആണ്. അത് കറക്റ്റ് എല്ലാവരും വാങ്ങി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ചില സമയങ്ങളിൽ ഇൻവാലിഡ് യൂസർ എന്നൊക്കെ കാണിക്കും. അപ്പോൾ അതൊരു സൈറ്റിൻ്റെ പ്രശ്നമാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സൈറ്റ് ബിസി ആകുമ്പോൾ അങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാതെ പറ്റുന്നില്ല മിസ് ചെയ്യുന്നു പറഞ്ഞ് കളഞ്ഞിട്ട് പോവരുത്. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങളിന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ചെയ്യാൻ പറ്റും. 15-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. അപ്പം മറന്നു പോകരുത്, കറക്റ്റ് ചെയ്തോളുക. പിന്നെ വേറെ അതിൽ ഡൗട്ട്സ് ഒന്നും വരാൻ സാധ്യതയില്ല. ബാക്കിയെല്ലാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ തന്നെ വേണം. നല്ല ക്ലിയറോടുകൂടി സൈൻ എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ചിലപ്പോൾ നമ്മൾ സൈൻ ഇട്ടുമ്പോൾ അത്ര ക്ലാരിറ്റി ഇല്ലെങ്കിലും വിഷയമാണ്. അതുകൊണ്ട് നല്ല സൈന് നല്ല ക്ലാരിറ്റി വേണം. പിന്നെ എന്തെങ്കിലും മാർക്കുകൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ മാർക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എവിടെ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ മാത്രം പറഞ്ഞു കൊടുത്തിരുന്നാൽ മതി. ഓക്കെ, അതൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ വെക്കുക. ആവശ്യമില്ലാതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് എഴുതാതിരിക്കുക. അഥവാ നമുക്ക് സെലക്ഷൻ കിട്ടി നമ്മൾ ഇൻ്റർവ്യൂവിന് അവിടെ പോവുകയാണ് അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റിന് പോവുകയാണ്, അപ്പോൾ നമ്മൾ ഫോമിൽ എഴുതിയതും നമ്മൾ പറയുന്നതും തമ്മിൽ അവർ ചെക്ക് ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കതൊരു പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും നാൾ നമ്മളെ കഷ്ടപ്പാടും എല്ലാം വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇങ്കിൻ്റെ കളർ വ്യത്യാസം കാണും. ഓക്കെ, ചുവപ്പാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഞാനൊന്ന് മാറ്റാൻ പോവുകയാണ്. ഇങ്ക് കളർ. ഓക്കെ, ഇപ്പോൾ ശരിയായല്ലോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% ടു ഗെറ്റ് അനദർ നമ്പർ. ബൈ വാട്ട് പെർസെൻറ്റേജ് ദ ലേറ്റർ നമ്പർ മസ്റ്റ് ബി ഡിക്രീസ് ടു ഗെറ്റ് ദ ഫോമർ നമ്പർ. ഇവിടെ കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയമില്ലാത്ത വാക്കുകളുണ്ടല്ലേ. ആദ്യമേ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. 100%. 100 എന്ന് പറയുന്ന ഒരു നമ്പർ, നമുക്കൊരു നമ്പർ എടുക്കാം. പണ്ട് നമ്മൾ എക്സ് എന്ന് എടുക്കുമെങ്കിൽ ഇപ്പോൾ 100 എന്നാണ് ഇപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 100 എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ അത് 20% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ ഇപ്പോൾ എത്രയായി? 120 ആവത്തില്ലേ? 100ൻ്റെ 20% കൂടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ 120%. ഇപ്പോൾ 100 അല്ല, 100ൻ്റെ 120% ഇപ്പോൾ. അപ്പോൾ അതെന്താണ്? 120 തന്നെയാണ് നമുക്ക് വരുന്നത്. ഇതെങ്ങനെ എത്ര ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുന്നത്? 100ൻ്റെ 20% കണ്ടുപിടിക്കണം. 100ൻ്റെ 20% 20 അല്ലേ? അപ്പോൾ നേരത്തെ ഉള്ള 100ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരു 20 കൂടെ കൂടി വന്നു. 120 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ 120 വന്നു. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 100 ഇപ്പോൾ 120 ആയെങ്കിൽ നമ്മുടെ ചോദ്യം വാട്ട് പെർസെൻറ്റേജ് ദ ലേറ്റർ നമ്പർ മസ്റ്റ് ബി ഡിക്രീസ് ടു ഗെറ്റ് ദ ഫോമർ നമ്പർ എന്ന് പറഞ്ഞാൽ ലാറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്പറിന് എത്ര ഡിക്രീസ് ചെയ്താൽ, എത്ര ശതമാനം ഡിക്രീസ് ചെയ്താൽ ഫോമർ നമ്പർ ആയിട്ടുള്ള 100-ലെത്തും. അപ്പോൾ ലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫോം ചെയ്ത നമ്പറിൽ നിന്ന് എത്ര ശതമാനം കുറച്ചാലാണ് പഴയ നമ്പർ അല്ലെങ്കിൽ ഫോർമർ നമ്പറിലോട്ട് എത്താൻ പറ്റുക. അതിനു മുമ്പ് നമുക്ക് ഈ 100നെയും ഈ 120നെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ചെറുതാക്കാം. ഇത് ഇനിഷ്യൽ വാല്യൂ ആയിരുന്നു, ഇപ്പോൾ ഫൈനൽ വാല്യൂ 120 ആണ്. ഒന്ന് ചെറുതാക്കി റേഷ്യോ വെച്ചിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കുമ്പോൾ ഈ 0 പോയി, ഇത് 5ഉം ഇവിടെ ഒരു 6ഉം അല്ലേ വരുന്നത്. 5:6 അല്ലേ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അല്ലേ? 5:6. നോക്കിയേ, 5 യൂണിറ്റ് ആയിരുന്നത് ഇപ്പം എത്ര യൂണിറ്റ് ആയി? 6 യൂണിറ്റ് ആയി. എത്രയുടെ വ്യത്യാസമുണ്ട്? 1 യൂണിറ്റിൻ്റെ വ്യത്യാസമുണ്ട്. ആ 1% എന്ന് പറയുന്നത് വാട്ട് മസ്റ്റ് ബി ഡിക്രീസ്ഡ് ടു ഗെറ്റ് ദ ഫോമർ നമ്പർ എന്നല്ലേ? ഏത് നമ്പർ എന്നാണ് നമ്മൾ കുറയ്ക്കേണ്ടത് എന്ന് പറഞ്ഞാൽ 1ൻ്റെ വ്യത്യാസമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏതെന്നാണ്? ശതമാനമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 6ൽ നിന്നാണ്
കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1/6 × 100 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1/6 × 100 എന്ന് പറഞ്ഞാൽ 16/2/3 അല്ല, നമ്മൾ 16.66% എത്ര എന്ന് പഠിച്ചു? 1/6 എന്ന് പഠിച്ചില്ലേ? ഈ 16.66 എന്ന് പറഞ്ഞാൽ എന്താണ്? 16/2/3 തന്നെയല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? 1/6. 1/6 × 100 ചോദിച്ചാലും അതെന്താ? തിരിഞ്ഞാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 5:6 കിട്ടി. ഒന്നിൻ്റെ വ്യത്യാസം ഇവിടെ നിന്ന് ഒരു 1 കുറഞ്ഞു വന്നാൽ 5 ആവും. അപ്പോൾ ആ ഉണ്ടാവുന്ന വ്യത്യാസം എത്രയാണ് ഡിക്രീസ് ചെയ്തേണ്ടത്? 1 യൂണിറ്റ് ഡിക്രീസ് ചെയ്യണം. എവിടെ നിന്ന്? 6 ഡിക്രീസ് ചെയ്യണം. ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 16/2/3 എന്ന് ആൻസർ കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, കാരണം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഇത് എഴുതി കാണുമല്ലോ, കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. അപ്പോൾ ഇവിടെ 16.66% എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെന്ന് പറഞ്ഞു? 16/2/3 ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ 1/6 × 100 ഒന്ന് ചെയ്ത് നോക്കിയേ. 100 6 എന്താണ് വരുന്നത്? 1 വെച്ച് 6 വന്നു, 30 വന്ന്, അല്ല 30 അല്ല 40 വന്നു. 40 ആവുമ്പോൾ 6 വെച്ചിട്ട് 36 വന്ന്, വീണ്ടും 4 വന്നു, പോയിന്റ് കൊടുത്തു 0 വന്നു, 6 വന്നു, ഇങ്ങനെ പോകുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പോയിന്റ് കൊടുക്കാതിരുന്ന ഇവിടെ ഒരു 4 അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന 16/4/6 എന്നാണ്. ഈ 4/6 നമ്മൾ ഇന്ന് ചെറുതാക്കി 2/3 ആക്കുന്നതാണ്. ഇത്രയും ആധികാരികമായിട്ട് നിങ്ങൾ അറിയണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് 16/2/3 എന്ന് വന്നത് മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഇനിഷ്യലി 100 ആയിരുന്ന സാധനം 120 ആയി ആ നമ്പർ. അപ്പോൾ നമ്മുടെ റേഷ്യോ 5:6 എന്ന് നമ്മൾ എടുത്തു. എത്രയുടെ വ്യത്യാസമുണ്ട്? 1ൻ്റെ വ്യത്യാസമുണ്ട്. 1ൻ്റെ വ്യത്യാസം 6ൽ വരുത്തിയാലാണ് 5 ആവുക. അപ്പോൾ 1/6 × 100 ആണ് നമ്മുടെ ആൻസർ. 16/2/3 ഇതിങ്ങനെ വന്നതാണ് കേട്ടോ, ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് വന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സാലറി ഈസ് 50% മോർ ദാൻ ബീസ്, then by what percent B salary is less than A salary? എയുടെ സാലറി എന്ന് പറഞ്ഞാൽ 50% മോർ ദാൻ, 50% മോർ ദാൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ 150% അല്ലേ എടുക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. എയുടെ സാലറി എന്ന് പറഞ്ഞാൽ ബിയുടെ സാലറിയിലെ 150%, 50% കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 150% വരത്തില്ലേ? 100 എന്നുണ്ട്, ഇനിഷ്യലി 100 ഉണ്ട്. അതിൻ്റെ 50% കൂടി, ഒരു നമ്പറിൻ്റെ 50% കൂടി എന്ന് പറഞ്ഞാൽ 100 ആണ് ആദ്യത്തെ നമ്പർ എങ്കിൽ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 150 ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് അത് വരുന്നത്? 100ൻ്റെ കൂടെ ഒരു 50 കൂടി എന്ന് പറഞ്ഞാൽ 150% ഇപ്പം ആ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് 150 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. ഈ 5ഉം ഇവിടെ ഇപ്പോൾ നടന്ന എന്തുവാ? A = 150% B എന്ന് വന്നു. A = 150/100 എന്ന് പോകുമ്പോൾ പെർസെൻറ്റേജിൻ്റെ ചിഹ്നം പോയി. ഇതും കൂടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ 3/2 എന്ന് വന്നു. A/B എന്ന് പറഞ്ഞാൽ എത്ര വരും? 3/2 എന്ന് വന്നു. നമ്മുടെ ചോദ്യം എന്താണ്? ഇപ്പോൾ 3:2 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ 3x-ഉം 2x. ഇത് നമുക്ക് അറിഞ്ഞു, 3ൻ്റെ ഒരു നമ്പറും 2ൻ്റെ ഒരു നമ്പറുമാണ് ബിക്ക് വരുന്നത്. by what percent B salary is less than A salary? ബിയുടെ സാലറി എയുടെ സാലറിനെക്കാട്ടിയും എത്ര കുറവാണ്? 1 യൂണിറ്റിൻ്റെ വ്യത്യാസമില്ലേ? 1. പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് താഴെ ഒരു നമ്പറും വേണം, ഇൻറ്റു 100 വേണം. താഴത്തെ നമ്പർ എങ്ങനെ എഴുതും? വാട്ട് പെർസെൻറ്റേജ് ഇസ് ബി സാലറി ലെസ് ദാൻ? ദാൻ കഴിഞ്ഞിട്ട് ആരാ വരുന്നേ? എയുടെ സാലറി അല്ലേ. അപ്പോൾ എയുടെ സാലറി വേണം താഴെ വരാൻ. 1/3 × 100 എത്ര ശതമാനമായിരുന്നു 1/3 വരുന്നത്? 1/3 എന്ന് പറഞ്ഞാൽ 33.33% അല്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം.
നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി കാണും. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ എ സാലറി ഇസ് 50% മോർ ദാൻ ബി സാലറി. എയുടെ സാലറി എന്ന് പറയുന്നത് ബിയുടെ സാലറിനെക്കാട്ടിയും 50% കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 100 യൂണിറ്റ് എടുക്കുവാണ്. ഇപ്പോൾ ഇവിടെ ഒരു 100 രൂപയാണെങ്കിൽ ഇങ്ങനെ ഈ എക്ക് എത്ര രൂപയായിരിക്കും? 150 രൂപയായിരിക്കും അല്ലേ? ഓക്കെ, ഇനി ഇവരുടെ റേഷ്യോ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ ഇവിടെ 2 എന്നും ഇവിടെ 3 എന്നും നമുക്ക് കിട്ടി. എയുടെയും ബിയുടെയും റേഷ്യോ 3:2. ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. 3:2 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ചോദ്യം ഹൗ മച്ച് പെർസെൻറ്റ് ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് ബി സാലറി ലെസ് ദാൻ എ സാലറി. ബിയുടെ സാലറി എന്ന് പറയുന്നത് എയുടെ സാലറിനെക്കാട്ടിയും എത്ര കുറവാണ്? 1 കുറവാണ്. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്തായാലും ഒരു × 100 ചെയ്യണം. ലെസ് ദാൻ ആണ് ചോദിക്കുന്നതെങ്കിൽ എത്ര കുറവെന്ന് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലെസ് ദാൻ എ സാലറി. അപ്പോൾ എയുടെ സാലറി വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. എയുടെ സാലറി 3 ആണ്. 1/3 × 100 എന്ന് പറഞ്ഞാൽ 33.3% എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 33.3% എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ വാല്യൂ 1/3 ആണ്. അപ്പോൾ ഇവിടെ ഒരു × 100 വന്നാൽ തിരിച്ചും നമുക്ക് പറയാം 33.33 ആണെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കോഴ്സ് നമ്മുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ് ദിശ അക്കാഡമിയുടെ. അപ്പോൾ അവൈലബിൾ ആക്കാൻ പറ്റുന്നത് ദിശയുടെ ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരുന്നാൽ മതി. അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ RRB ALP ടെക്നീഷ്യൻസ് ഉണ്ട്, RRB RPF കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ RRBയുടെ NTPC റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ഫൗണ്ടേഷൻ കോഴ്സസ് എല്ലാം ഉണ്ട്, SSC CGL 2024 ക്ലാസ്സസ് എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഓർഗനൈസ്ഡ് രീതിയിൽ പഠിച്ചു പോകാനാണെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ 1 ഇയർ വാലിഡിറ്റി ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വർക്കിംഗ് ആയ ഒരാളും അതേപോലെ വീട്ടമ്മമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, സമയം വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തും സോഴ്സ് തപ്പിയും നമുക്ക് സമയം പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മുടെ ഈ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ആ കണ്ടൻസ് എന്ന് പറയുന്നത് നമ്മളതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡിലായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് എല്ലാം ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നാൽ മതി. അപ്പോഴും നമ്മുടെ മെൻറ്റേഴ്സ് അതിനെല്ലാം ആൻസേഴ്സ് തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സസിലുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A student multiplied a number by 6/7 instead of 7/6. What is the percentage error in the calculation? എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, ഒരു കൊച്ചാണെങ്കിൽ എന്ത് ചെയ്തു? ഒരു നമ്പറിനെ 7/6 വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷെ അയാൾ എന്ത് ചെയ്ത് 6/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ എന്തായാലും ആൻസർ തെറ്റുമല്ലോ. അപ്പോൾ എത്ര ശതമാനത്തിൻ്റെ തെറ്റുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് മൾട്ടിപ്ലൈഡ് നമ്പർ ബൈ 6/7. അപ്പോൾ ആ നമ്പറിനെ നമുക്കൊന്ന് അസ്യൂം ചെയ്തെടുത്താലോ? എന്തായാലും ഈ എടുക്കുന്ന നമ്പർ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ്. അത്രയും കുറച്ച് ചെയ്താൽ മതി. അതുകൊണ്ട് താഴെ ഉള്ള നമ്പർ വെച്ചിട്ടാണല്ലോ നമ്മൾ മേലുള്ള നമ്പറിനെ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്നത്. അതുകൊണ്ട് 7ലും 6ലും ഒരുപോലെ വരുന്ന ഒരു നമ്പർ എടുത്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഏത് നമ്പർ എടുത്താലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയുന്നതാണ്. 7ലും 6ലും ഒരുപോലെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 7ൻ്റെയും 6ൻ്റെയും LCM ഒന്ന് എടുത്ത് നോക്കുക. എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 42 അല്ലേ? അപ്പോൾ 42 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 42 ആണ് നമ്പർ എങ്കിൽ ഫസ്റ്റ് 42 നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് ഏത് നമ്പർ വെച്ചായിരുന്നു ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 6/7. 6/7 വെച്ചിട്ടാണ് അയാൾ ചെയ്തത്. പക്ഷേ ഒറിജിനലി ചെയ്യേണ്ടത് 7/6 വെച്ചിട്ടായിരുന്നു. പക്ഷേ എറർ എന്ന് പറയുന്നത് അയാൾ 6/7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ ഈ ചോദ്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് എ നമ്പർ ബൈ 6/7 ഇൻസ്റ്റെഡ് ഓഫ്
എന്ന് പറഞ്ഞാൽ 6/7 വെച്ച് അവൻ മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് 7/6 7/6 വെച്ചായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എറർ ആൻസർ എന്ന് പറയുന്നത് 42 ഇൻറ്റു 6/7 അല്ലേ, 6/7 വെച്ചല്ലേ അവൻ എററായി മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 36 അല്ലേ വരിക, ആണല്ലോ. ഇനി ഒറിജിനൽ നമ്പർ എത്ര ആയിരുന്നു വരേണ്ടത്? 42നെ 7/6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 7 ഇൻറ്റു 7 49 ആയിരുന്നു വരേണ്ടത് അല്ലേ. അപ്പൊ 49 വരണമായിരുന്നു. നമുക്ക് എററായി കിട്ടിയത് 36 ആണ്. എത്രയുടെ വ്യത്യാസമുണ്ട്, എത്ര എറർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എറർ പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ എറർ അതേ ഡിവൈഡഡ് ബൈ കറക്റ്റ് നമ്പർ ഇൻറ്റു 100. അപ്പോൾ എററെ ഡിവൈഡഡ് ബൈ കറക്റ്റ് നമ്പർ ഇൻറ്റു 100 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ എറർ എത്രയാണ്? എത്രയുടെ എറർ ഉണ്ട്? 13ന്റെ എററിലെ 13 ഡിവൈഡഡ് ബൈ എത്രയാണ്? കറക്റ്റ് എന്ന് പറയുന്നത് 49 ഇൻറ്റു 100. അപ്പോൾ 13. ഇപ്പോൾ ഇതിന് ക്യാൻസൽ ചെയ്തൊന്നും പോകത്തില്ല, നമ്മൾ ചെയ്ത് നോക്കണം. 1300 എന്ന് വരും. ഡിവൈഡഡ് ബൈ 49 ചെയ്യുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തുടക്കം എല്ലാത്തിൻ്റെ വ്യത്യാസമായതുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം മാത്രം കണ്ടുപിടിച്ചാൽ മതി. 49 ഇൻറ്റു 3 എന്തായാലും 1 വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഒരു 3 വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 വെച്ച് 27, 2 147 എന്നാണല്ലോ വരുന്നത് അല്ലേ. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് 49 ഇൻറ്റു 2 ചെയ്യാം. 2 ചെയ്യുമ്പോൾ 98 വരും. അപ്പം നമുക്ക് അതേ കൊടുക്കാൻ പറ്റൂ, 98 വന്നു. ഓക്കെ, 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ ബി. 26.53 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനായിരുന്നു ചെയ്യുന്നത് ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യമേ രണ്ടിലും ഡിനോമിനേറ്റർ നോക്കുക. ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ 42 എന്നങ്ങ് എടുത്ത് 42ന്റെ എറർ ആയിട്ടുള്ള രീതിയുണ്ട്, ഒറിജിനൽ ആയിട്ടുള്ള രീതിയുണ്ട്. എറർ എന്ന് പറയുന്ന 6/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഒറിജിനൽ 7/6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻറ്റു 42 ഇൻറ്റു 42. അപ്പോൾ എറർ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 36 വരും. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ 49 വരും. 13ന്റെ വ്യത്യാസം. 13ന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് എറർ 13 ഡിവൈഡഡ് ബൈ എന്താണ് വരിക? ഒറിജിനൽ നമ്പർ 49 ഇൻറ്റു 100. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? 26.53. അപ്പോൾ എറർ പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എറർ ബൈ കറക്റ്റ് ആൻസർ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിനീഷ് സാലറി ഈസ് 20% മോർ ദാൻ പങ്കജ് സാലറി എന്ന് പറഞ്ഞാൽ വിനീഷിന്റെ സാലറി എന്ന് പറഞ്ഞാൽ പങ്കജിന്റെ സാലറിയിൽ നിന്നും 20% കൂടുതലാണ്. അപ്പോൾ പങ്കജിന് ഇപ്പോൾ 100 രൂപയാണെങ്കിൽ വിനീഷിന് എത്ര രൂപയായിരിക്കും? 20% കൂടുതലാണ്, 120 ആയിരിക്കും. രൂപയല്ല, 100 യൂണിറ്റും 120 യൂണിറ്റ് എന്നുമേ എടുക്കാവൂ. നമുക്ക് ആൻസർ എക്സാക്റ്റ് അറിയത്തില്ല. അപ്പോൾ പങ്കജിന്റെ സാലറി 100 യൂണിറ്റ് ആണെങ്കിൽ വിനീഷിന്റെ സാലറി എന്ന് പറഞ്ഞാൽ 120 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ വിനീഷ് സാലറി ഈസ് 1440 വിച്ച് ഇസ് 12% ഓഫ് ഹിസ് ഓൺ സാലറി എന്ന് പറഞ്ഞാൽ വിനീഷ് എന്ന് പറയുന്നത് സേവ് ചെയ്യുന്ന എത്ര രൂപയാ? വിനീഷ് സേവ് ചെയ്യുന്നത് 1440 രൂപയാണ്. അതെന്ന് പറഞ്ഞാൽ അയാളുടെ സാലറിയിലെ 12%. അപ്പോൾ അയാളുടെ സാലറി, വിനീഷിന്റെ സാലറി എന്ന് പറയുന്നത് 120 രൂപയാണ്, 120 യൂണിറ്റ് ആണ്. അതിൻ്റെ 12% എന്തെന്ന് പറയുന്നത്? 12% അയാൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ 12 അതിന് നമുക്ക് എന്ത് മനസ്സിലായി? 12% 1440. 12% ഓഫ് 120 ആണ് 1440. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 12% എന്ന് പറയുന്നത് 12 ഡിവൈഡ് ബൈ 100
ഇൻറ്റു 120 അപ്പോൾ ഈക്വൽ ടു 1440. അപ്പോൾ ഇത് 120x, നമ്മളിത് എത്ര യൂണിറ്റാണെന്ന് അറിയത്തില്ല. അപ്പോൾ 120x എന്നും 100x എന്നും വേണമെങ്കിൽ നമുക്കിതിനെ എടുക്കാം. സാധാരണ നമ്മൾ യൂണിറ്റിലാണ് എടുക്കുന്നത്, പിന്നെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 100x എന്നും 120x എന്നും ഞാൻ പറയുന്നത്. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് ഇതെങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകുന്നത്? ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ. അപ്പോൾ 120x ഞാൻ ക്യാൻസൽ ചെയ്ത് പോകുന്നതിന് മുമ്പുള്ളത് പറഞ്ഞുതരാം. ഇൻറ്റു 12 ഡിവൈഡ് ബൈ 100 ആണ് 1440 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1440 അവിടെ അതേപോലെ കിടക്കും. 100 മുകളിൽ പോവും, ബാക്കി 12ഉം 120ഉം താഴെ വരും. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. ഈ 12 × 12 144 അല്ലേ, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു 10 വരും, 100 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ പങ്കജിൻ്റെ സാലറി എത്രയാണ്? 100x അല്ലേ? 100 × 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവില്ല. കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമ്മളിപ്പോൾ എന്തായാലും എക്സാം പോകുമ്പോൾ എല്ലാ ടൈപ്പും നമ്മൾ നോക്കിയിട്ട് പോകണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പങ്കജിൻ്റെ സാലറി, വിനീഷിൻ്റെ സാലറി എന്ന് പറയുന്നത് പങ്കജിൻ്റെ സാലറിയിൽ നിന്നും 20% കൂടുതലാണ്. അപ്പോൾ പങ്കജിന് 100 യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് യൂണിറ്റ് വെച്ച് ചെയ്യാൻ പാടാണെങ്കിൽ വേണമെങ്കിൽ 100x എന്ന് എടുത്തോ. ഇവിടെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. എക്സ് ഇട്ടെടുക്കാം. 3x എന്നും 2x എന്നും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. റേഷ്യോ ആയിട്ടല്ലേ ആൻസർ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എക്സ് ആണ്. ഏതിനെ വെച്ച് നോക്കുമ്പോഴാണ്? 3xനെ വെച്ച് നോക്കുമ്പോൾ ഇൻറ്റു 100. എക്സും ക്യാൻസൽ. 1/3 × 100 എക്സ് വെച്ചും ചെയ്യാം. നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ എന്താണ്? നേരത്തെ നമുക്ക് എന്താ കിട്ടിയേ? 5:6 യൂണിറ്റ് എന്ന് കിട്ടി. അപ്പോൾ 5x എന്നും 6x നമ്മൾ സാധാരണ ഒരെണ്ണത്തിൻ്റെ റേഷ്യോ 1:2 ആണെങ്കിൽ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും 1:2 റേഷ്യോയിലാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് നമ്പറിനെ 1x എന്നും എടുക്കും, സെക്കൻഡ് നമ്പറിനെ 2x എന്നുമാണ് നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ റേഷ്യോ വരുമ്പോൾ എക്സാക്റ്റ് നമ്പറാക്കി എടുക്കാൻ വേണ്ടി 2x ഇട്ടെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പീയുടെ വാല്യൂ 100 എന്നും എടുത്തു, ബിയുടെ വാല്യൂ 120 എന്നും എടുത്തു. അപ്പോൾ നമുക്ക് റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റേഷ്യോ ആയിട്ട് എടുക്കാൻ വേണ്ടി ഇതിനൊന്ന് ചെറുതാക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ചെറുതാക്കുമ്പോൾ 6ഉം 5ഉം കിട്ടും. ഈ ഒരു മെത്തേഡൂടെ പറഞ്ഞിട്ട് മറ്റേ മെത്തേഡൊന്നുകൂടെ പറഞ്ഞു തരാം. 6ഉം 5ഉം കൂടെ കിട്ടും. 6ഉം 5ഉം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6x എന്നും 5x എന്നും നമുക്ക് വാല്യൂ വരും. അതിൽ നമുക്ക് തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 1440 എന്ന് പറഞ്ഞാൽ 12% ഓഫ് വിനീഷ് സാലറിയാണ്. അപ്പോൾ 6xൻ്റെ 12% എന്ന് പറയുന്നതാണ് 1440. അങ്ങനെയാണെങ്കിൽ എക്സിനെ മാത്രം ഇവിടെ ഇടുക, ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 1440 × 100 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 12 ഇങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 12 × 12 ആണല്ലോ 140. ഇപ്പോൾ ഇവിടെ ഒരു 12 വരും, ഇവിടെ ഒരു 0 വരും. ഇതോടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു 2000 ആണ് വരുന്നത്. എക്സിൻ്റെ വാല്യൂ 2000 ആണെങ്കിൽ നമ്മുടെ ചോദ്യം പങ്കജിൻ്റെ സാലറിയാണ്. 5xൻ്റെ വാല്യൂ എത്ര? 5 × 2000 എത്രയാണ്? 10,000 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഷോർട്ട് കട്ട്. നേരത്തെ ചെയ്ത രീതിയും കൂടെ പറഞ്ഞുതരാം. വിയും പിയും 120 ക്യാൻസൽ ചെയ്യാതെ 120xും 100x എന്ന് ഞാൻ എടുത്തു. പിന്നെന്താണ് ചെയ്യുന്നത്? വിനീഷിൻ്റെ സാലറിയിലെ 12% 1440. ഞാനിപ്പോൾ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതെല്ലാം ക്യാൻസൽ ചെയ്തു. ഇവിടെ ഒരു 10 കിട്ടി. എക്സിൻ്റെ വാല്യൂ 10,000 ആണ്. എക്സിൻ്റെ വാല്യൂ 10,000 ആണെങ്കിൽ പങ്കജ് എന്ന് പറയുന്നത് 100x അല്ലേ? അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ 100 ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പങ്കജിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000x ആണ്. ഓക്കെ, ഇത് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തൊരു ടൈപ്പാണ് ഇഫ് ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 15% എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ എത്രയാണ് കൂട്ടുന്നത്? 15% ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂമറേറ്റർ 15% ഇൻക്രീസ് ചെയ്യുന്നു, ഡിനോമിനേറ്റർ 20% കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ 17/65 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിനെ n എന്നും എടുക്കുക, ഡിനോമിനേറ്ററിനെ d എന്നും എടുക്കുക. ന്യൂമറേറ്ററിനെ എന്താണ് ചെയ്യുന്നത്?
ഇൻക്രീസ്ഡ് ബൈ 15%. ഇൻക്രീസ്ഡ് ബൈ 15% എന്ന് പറഞ്ഞാൽ 115% ആവുക എന്നാണ് ഇൻക്രീസ്ഡ് ബൈ 15% എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻക്രീസ്ഡ് ബൈ 15% ഉണ്ട്, ഇൻക്രീസ്ഡ് ടു 15% ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ 15% എന്ന് പറഞ്ഞാൽ 15% കൂടെ കൂടി, ഇപ്പൊ 100 സാധനം 15% കൂടെ കൂടി 115 പക്ഷെ ഇൻക്രീസ്ഡ് ടു 15% എന്ന് പറഞ്ഞാൽ 15% നേരത്തെ എത്രയോ ആയിരിക്കുമായിരുന്നു, നേരത്തെ ചിലപ്പോൾ 10% ആയിട്ടിരുന്നായിരിക്കും. അത് പിന്നെ ഇൻക്രീസ്ഡ് ടു 15% പറഞ്ഞാൽ അതിപ്പോൾ കൂടി എത്രയായി, 15% എന്നാണ് ഇൻക്രീസ്ഡ് ടു 15% അർത്ഥം. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത്, 20% ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 100% നിന്ന് 20% പോണം എന്ന് പറയുമ്പോൾ 80% അല്ലേ, 80%. ഇത് ഇത്രയും കുറയുമ്പോഴാണ് നമുക്ക് ഏത് ഫ്രാക്ഷൻ കിട്ടുന്നത്, 17/65 എന്ന് പറയുന്ന ഫ്രാക്ഷൻ വരുന്നത്. ഇതിന്ന് ഒറിജിനൽ ഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാം, ക്യാൻസൽ ചെയ്യാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. n/d ഇൻറ്റു 115 ഇൻറ്റു 80 ഈക്വൽ ടു 17/65. ഇതും കൂടെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ 1 എന്ന് വരും, ഇവിടെ 16 വരും, ഇവിടെ 2 വരും, ഇവിടെ 23 വരും. നമുക്ക് ഈ n/d അവിടെ അതേപോലെ ഇടുക. ഈ 16 അപ്പുറത്ത് ഡിനോമിനേറ്റർ കിടക്കുന്ന അപ്പുറത്ത് 9 മുകളിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇത് ന്യൂമറേറ്റർ കിടക്കുന്നത് താഴോട്ട് വരും. അപ്പോൾ 65 ഇൻറ്റു 23. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം ഒന്ന് നോക്കുമ്പോൾ സെയിം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, ന്യൂമറേറ്റർ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. 7 ഇൻറ്റു 6 ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി, കാരണം ന്യൂമറേറ്ററിൻ്റെ എല്ലാം ലാസ്റ്റ് ഡിജിറ്റ് വ്യത്യാസമുണ്ട്. 7 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 42 അല്ലേ, 7 ഇൻറ്റു 6 42 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 2 വരുന്നത് നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു നമ്പറിനെ ഇൻക്രീസ്ഡ് ബൈ 15% എന്ന് പറഞ്ഞാൽ 15% കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ 100% എന്തായി, 115% ഇൻക്രീസ്ഡ് ടു 15% എന്ന് പറഞ്ഞാൽ 15% മാറി. എത്രയോ പെർസെൻറ്റേജ് ഇരുന്നതാണ്, അത് 15% മാറി. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തേ. നമ്മൾ നേരത്തെ ചെയ്ത മോഡലാണ്. ന്യൂമറേറ്റർ ഇസ് ഇൻക്രീസ്ഡ് ബൈ 25% എന്ന് പറഞ്ഞാൽ 125%. ഇവിടെ എല്ലാം ശതമാനമുണ്ട് കേട്ടോ, ശതമാനമുണ്ട്. ആ ശതമാനം ക്യാൻസൽ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് എഴുതാത്തത് കേട്ടോ. ഇവിടെ ശതമാനമുണ്ട്, ഇവിടെ ശതമാനമുണ്ട്. ഈ ശതമാനം ക്യാൻസൽ ചെയ്ത് പോകും, അതുകൊണ്ടാണ് പിന്നെ ഡിവൈഡ് ബൈ 100 എന്നൊന്നും എഴുതാത്തത്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെയാണ്. ഡിനോമിനേറ്റർ ഇൻറ്റു എത്ര, 20% ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ 80% നമുക്ക് വരുന്നുള്ളൂ. നമുക്ക് കിട്ടുന്ന ആൻസർ 5/4. ശതമാനം ക്യാൻസൽ. ഇനി 80 125 കൂടെ ക്യാൻസൽ ചെയ്യുക, 5 വെച്ച് 1 എന്നും കിട്ടും. എത്ര, 16 എന്നല്ലേ വരിക. ഇനി അടുത്തത് ഇവിടെ 25 വരും. ഇനി എന്താണ് ചെയ്യേണ്ടത്, n/d ഈക്വൽ ടു 5/4. ഈ 16 ഇവിടെ താഴെ കിടക്കുന്നത് മുകളിലോട്ട് പോകത്തില്ലേ, മുകളിലോട്ട് പോകുമ്പോൾ അതെന്താവും, ഇൻറ്റു 16 എന്ന് വരും. ഇനി ഈ ന്യൂമറേറ്റർ കിടക്കുന്ന താഴോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ 25 എന്ന് വരും. ഇതും ക്യാൻസൽ ചെയ്ത് 5 വന്നു, ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വന്ന് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 4/5 ആണ് ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ എന്താണ്, 4/5. ഓക്കെ, ഇനി അടുത്തത് one number is 25% of the another number. ഇവിടെ 25% more എന്നോ ലെസ് എന്നോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ one number, അപ്പോൾ x എന്ന് പറയുന്ന ഒരു നമ്പർ ഈസ് 25% ഓഫ് അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ വേറൊരു നമ്പറിൻ്റെ 25% ആണ്. വേറൊരു നമ്പർ y ആയിട്ട് എടുത്തു. അപ്പോൾ one number ഈസ് 25% ഓഫ് അനദർ നമ്പർ. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റു. ഓക്കെ, ഇനി നമ്മളിത് ക്യാൻസൽ ചെയ്യാം. 25% കാണുമ്പോഴേ 1/4 എഴുതണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/4 y എന്ന് വരും. ഈ y മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുന്ന ഇങ്ങ് വരുമ്പോൾ ഡിവിഷൻ ആകുന്നു. x/y ഈക്വൽ ടു 1/4. അപ്പോൾ നമുക്ക് x/y റേഷ്യോ കിട്ടുന്ന എത്രയാണ്, 1/4 എന്ന് കിട്ടുന്നു.
എന്ന് പറഞ്ഞാൽ 1x-ഉം 4x-ഉം അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3x ആണ്. ഓക്കെ, ഞാൻ വ്യത്യാസം എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ലാർജർ നമ്പർ ഇസ് 12 മോർ ദാൻ ദ സ്മോളർ നമ്പർ. ഇതിൽ ഒരു നമ്പർ ലാർജറും ആണ്, ഒരെണ്ണം സ്മോളറും ആണ്. ആ ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പറിനെ കാട്ടി 12 കൂടുതലാണ്. അപ്പോൾ 4x-ഉം 1x-ഉം 3x എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ് അല്ലേ. 3x ഇവർ തമ്മിലുള്ള വ്യത്യാസമല്ലേ, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ലാർജർ നമ്പർ ഈസ് മോർ ദാൻ സ്മോളർ നമ്പർ ബൈ 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം 3x-ന്റെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലാർജർ നമ്പർ ആണ് 4x, സ്മോളർ നമ്പർ 1x. കാണുമ്പോഴേ അറിയാലോ. അപ്പോൾ ഈ ലാർജർ നമ്പർ 4x എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പർ 1x നിന്ന് 3x കൂടുതലാണ്. അപ്പോൾ ഈ 3x എന്ന് പറയുന്ന 12 ആണെങ്കിൽ എക്സിൻ്റെ വില 12 ഡിവൈഡ് ബൈ 3 4 ആയിരിക്കുമല്ലോ. അപ്പോൾ എക്സിൻ്റെ വില 4 ആണെങ്കിൽ ലാർജർ നമ്പർ ഏതാണ്? 4 × 4 16. ഓക്കെ, 4 × 4 16. ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. ലാർജർ നമ്പർ ഇസ് 12 മോർ ദാൻ ദ സ്മോളർ നമ്പർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലാർജർ നമ്പർ എന്ന് പറയുന്നത് സ്മോളർ നമ്പറിൽ നിന്നും 12 കൂടുതലാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് x = 25% y എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് x/y = 1:4 എന്ന് കിട്ടി. അപ്പോൾ 1x-ഉം 4x-ഉം കിട്ടിയേ. 1x-ഉം 4x-ഉം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസമാണ് 3x. 3x ആണ് 12. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില നമുക്ക് 4 എന്ന് കിട്ടി. എക്സിൻ്റെ വില 4 ആണെങ്കിൽ നമ്മുടെ ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ 4x അല്ലേ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ആൻസർ എത്രയാണ്? 16. ഓക്കെ, ഇനി അടുത്തത് 2 numbers are 35% and 40% less than the third number. By how much percent is the second number to be enhanced to make it equal to the first number? നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ നോക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഇന്നെല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് ഹോംവർക്കായിട്ട് നിങ്ങളൊന്ന് ചെയ്തിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ ആൻസർ കിട്ടുന്നതല്ല. അപ്പോൾ ഇതുവരെ എല്ലാവരും പഠിച്ചിട്ട് വരിക. പെർസെൻറ്റേജ് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തേക്കുന്നത്. അത് ഫുള്ള് നിങ്ങൾ നോക്കിയിട്ട് വരിക. ഓക്കെ, താങ്ക് യു.